മഴയ്ക്ക് വെള്ളത്തിൽ ജീവിതം തള്ളി നീക്കേണ്ട ഗതികേടിലാണ് ആലപ്പുഴ വളവനാട്ടുകാർ. കലവൂർ ശുദ്ധജലക്ഷാമം പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് കാലിക്കുടങ്ങളുമായി സ്ത്രീകൾ ഉൾപ്പെടെയുള്ള നാട്ടുകാർ വായ്മൂടിക്കെട്ടി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാരാരിക്കുളം തെക്ക് പഞ്ചായത്തിലാണ് അതിരൂക്ഷമായ ശുദ്ധജലക്ഷാമം. 12 ലക്ഷം ലിറ്റർ ശേഷിയുള്ള ജലസംഭരണി കമ്മീഷൻ ചെയ്തിട്ടും ജലമെത്താത്തതിലാണ് നാട്ടുകാരുടെ പ്രതിഷേധം. വേനൽക്കാലമാകുമ്പോൾ നമ്മുടെ നാട്ടിൽ കുടിവെള്ള പ്രശ്നം ഉണ്ടാകുന്നത് ഇപ്പോൾ സാധാരണമാണ്. പക്ഷേ വേനലിന് മുൻപേ മാസങ്ങളായി ദുരിത ജീവിതം അനുഭവിക്കുകയാണ് ആലപ്പുഴ വളവനാട്ടുകാർ. അഴുക്ക് വെള്ളത്തിലാണ് അവർ ജീവിതം തള്ളി നീക്കുന്നത്. ദുർഗന്ധം വമിക്കുന്ന കറുപ്പ് കലർന്ന ജലം കുളത്തിലും കിണറ്റിലും ഭൂഗർഭജലത്തിലുമെല്ലാം ഇതുതന്നെ. കൈ കഴുകാൻ പോലും വെള്ളമില്ലാത്ത അവസ്ഥ. ഈ ദുരിതം അനുഭവിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളും. വൻതുക മുടക്കി കാട്ടൂരിൽ ജലസംഭരണി സ്ഥാപിച്ചിട്ടും വളവനാട് ശുദ്ധജലം ഒരു തുള്ളി പോലും കിട്ടാനില്ല. കുടിവെള്ളത്തിനായി നാട്ടുകാർ ചേർന്ന് രൂപീകരിച്ച വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. ശുദ്ധജലക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ വായ മൂടിക്കെട്ടി കാലിക്കുടവുമായാണ് പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രശ്നപരിഹാരത്തിന് നടപടി സ്വീകരിക്കാമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി ഉറപ്പു നൽകി. എന്നാൽ സെക്രട്ടറിയുടെ വാക്കിൽ പ്രതീക്ഷയില്ലെന്നും സമരം താൽക്കാലികമായി മാത്രമാണ് അവസാനിപ്പിക്കുന്നതെന്നും നാട്ടുകാർ. ഞങ്ങളുടെ പൈപ്പ് കണക്ഷൻ ഇല്ല, വെള്ളമില്ല. ഇതാണ് വെള്ളം. ഞങ്ങളുടെ പല്ലാണ് പൊട്ടി ഇതായിട്ട് പോവുകയാണ്. കാശ് കൊടുത്ത് എപ്പോഴൊക്കെ വെള്ളം മേടിക്കാനും കൊണ്ടുവരാനുള്ള കഴിവില്ല. വല്ലാത്തൊരവസ്ഥയാണ്. ഞങ്ങൾക്ക് മറ്റേ വെള്ളം കിട്ടിയിട്ടാണ് 2 മാസത്തോളമായി. കണക്ഷനുണ്ട്, പക്ഷെ വെള്ളം വരുന്നില്ല. ഈ വെള്ളമാണ് ഞങ്ങൾക്ക് ഒന്നിനും ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അതിന് ശാരീരിക പ്രശ്നമുണ്ട്. വൻതുക ചെലവഴിച്ച് നിർമ്മിച്ച ജലസംഭരണി മന്ത്രി റോഷി അഗസ്റ്റിനാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. എന്നാൽ ജലസംഭരണിയിൽ നിന്നുമുള്ള ജലം എത്തിക്കുന്നതിന് സാങ്കേതിക തടസ്സമുണ്ടെന്നാണ് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ പറയുന്നത്. നടപടികൾ പൂർത്തിയാകാൻ സമയമെടുക്കുമെന്നാണ് മാരാരിക്കുളം തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി സംഗീതയും അറിയിക്കുന്നത്. 30 കൊല്ലമായി ഇവിടുത്തെ വെള്ളം മുഴുവൻ ഈ രീതിയിലാക്കിയിട്ട്. ഇത് കണ്ടാലേ നമ്മൾ വിചാരിക്കും നല്ലെണ്ണയാണെന്ന്. പക്ഷെ നല്ലെണ്ണയല്ല, ഇത് ആൾക്കാർ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടിയാണ്. വെള്ളമാണ്. ആളുകൾക്ക് മാരകമായ രോഗങ്ങൾ ഉണ്ടാകാനും അതുപോലെ തന്നെ വരും തലമുറയ്ക്ക് ഇതിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അധികാരികൾ ഇതിനെതിരെ ഇതായിട്ട് നിൽക്കാനാണ് പരിപാടി എന്നുണ്ടെങ്കിൽ, ജനങ്ങൾക്കെതിരെ നിൽക്കാനാണ് അധികാരികളുടെ പുറപ്പാടെന്നുണ്ടെങ്കിൽ ശക്തമായ പ്രതിഷേധ പ്രകടനമായിട്ട് മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ജനകീയ കൂട്ടായ്മയുടെ തീരുമാനം. ചുട്ടുപൊള്ളുന്ന വേനലാണ് വരുന്നത്. ഇനിയും വളവനാട്ടിലെ ശുദ്ധജലക്ഷാമം പരിഹരിച്ചില്ലെങ്കിൽ വെള്ളം കിട്ടാതെ ഞങ്ങൾ മരിച്ചു വീഴുമെന്നാണ് വളവനാട്ടുകാർ പറയുന്നത്. ഷിബിൻ ബഷീറിനൊപ്പം മനീഷ് മഹിവാൽ, 24 ആലപ്പുഴ. പൊതുജനം കഴുതയല്ല സാർ. വേനൽക്കാലമാണ് ഇനി വരാനുള്ളത്. കുടിവെള്ളത്തിനായി എന്ത് ചെയ്യുമെന്നാണ് ഇവർ ചോദിക്കുന്നത്. ചില പ്രതികരണങ്ങൾ കാണാം. വെള്ളം വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വെള്ളം വരുന്നുണ്ട്, പക്ഷെ ഒരിക്കലും നമുക്ക് ഉപയോഗയോഗ്യമല്ല. നമ്മൾ അടുത്തുള്ള RO പ്ലാന്റിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. വീട് മാറി വാടകയ്ക്ക് താമസിക്കുകയാണ്. ഇപ്പോൾ വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ വെള്ളത്തിന്റെ പ്രശ്നം കാരണം. അതിന് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് 1.5 മാസമായി. ഒരു രാഷ്ട്രീയം ഞങ്ങൾക്ക് ഇതിനകത്തില്ല. ഇത് ഞങ്ങളെ പ്രദേശത്തെ 3, 4, 5 വാർഡിലെ ആൾക്കാരെല്ലാം കൂടി ചേർന്നുകൊണ്ടൊരു പ്രതിഷേധമാണ്. ഇത് ഈ അവസ്ഥകളിൽ അവരൊക്കെ രോഗികളായിക്കൊണ്ടിരിക്കുകയാണ്. ഇലക്ഷൻ സമയമായപ്പോഴത്തേക്ക് അവർ ഒരു ടാങ്ക് കൊണ്ടുവന്ന് ഇവിടെ വെച്ച് തന്നു. പഞ്ചായത്തുകാർ കൊണ്ടുവന്ന് വെച്ച് തന്നിട്ടാണെങ്കിലും ആ വെള്ളം ഒരു മാസത്തോളം കഷ്ടിച്ച് നല്ല മിനറൽ വാട്ടറിന്റെ വെള്ളമായിട്ട് തന്നു. പിന്നെ അവർ കുളത്തിലെ പായൽ വരെ ഉണ്ടായിരുന്നു ഈ ടാങ്കിനകത്ത് കൊണ്ടുവന്ന് വെച്ച വെള്ളം. ഡെയിലി വരുമാനം, ജോലിക്ക് പോയി അന്നന്നത്തെ കഴിയാനുള്ളവരാണ് എല്ലാവരും. ഇത്രയും വലിയ എമൗണ്ട് മുടക്കി വെള്ളം മേടിച്ച് കുടിക്കാനുള്ള അത്രയ്ക്ക് വലിയ സാമ്പത്തികം ഇവിടെ ആർക്കും ഇല്ല. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഈ വെള്ളം യൂസ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് വേറെ എന്തോ ഓപ്ഷൻ ഉണ്ട്? അധികാരികൾ അതൊന്ന് പറഞ്ഞു തരണം. ഞങ്ങൾക്ക് ഈ വെള്ളം ഉപയോഗിക്കാതെ ഞങ്ങൾക്ക് കുടിക്കാൻ ഞങ്ങൾ പൈസ കൊടുത്ത് മേടിക്കുന്നുണ്ട്. അതും ഒരു വീട്ടിൽ നിന്ന് ഒരു ദിവസം ചെലവാക്കുന്നത് 100-150 രൂപയാണ്. പിന്നെ കൊച്ചു കുട്ടികളൊക്കെ ഉള്ളത്, അവർക്ക് സ്കിന്നിനൊക്കെ ഭയങ്കര പ്രശ്നവും വായിക്കാത്തൊക്കെ ആണെങ്കിലും ഭയങ്കര പ്രോബ്ലം ഒക്കെയാണ്. ഓരോ യൂണിഫോം ആണെങ്കിലും ഒന്നിനും ഒരു കാശിനും കൊള്ളാത്ത വെള്ളമാണ് വരുന്നത്. ചേർത്തല ചെല്ലുന്ന ഞങ്ങൾ പൈസ അടയ്ക്കാൻ ചെല്ലുമ്പോൾ അവർ പറയുന്നത് നിങ്ങൾ ആലപ്പുഴ
പിന്നെ വാട്ടർ അതോറിറ്റിയുടെ കീഴിലുള്ളതാണ്. കാശ് അവർ വാങ്ങിക്കും. ആലപ്പുഴക്കാരോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ വെള്ളം കിട്ടാത്തതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അത് സാങ്ഷൻ ചെയ്തിട്ടില്ല, കമ്മീഷൻ ചെയ്തിട്ടില്ല, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്.